ഹലോ ഡിയേഴ്സ്, 8ാം ക്ലാസ്സിലെ ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വരയ്ക്കാനുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കണം. നമുക്കറിയാം ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട വരയ്ക്കാനുള്ള കുറേ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അത് ഓരോന്നായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. 6 സെന്റിമീറ്റർ നീളമുള്ള ലൈൻ വരച്ചിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമഭാജി വരയ്ക്കാനാണ് ആദ്യത്തെ ചോദ്യത്തിൽ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സോ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം 6.5 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈന് വരയ്ക്കുക. 6.5 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈന് വരയ്ക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനൊരു പേരൊക്കെ കൊടുക്കാം. AB എന്ന് പേരും കൊടുത്തു. സെറ്റ്, ഫ്രഷ് പേര്. A എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ കോമ്പസ് അങ്ങ് വെക്കുക. സിമ്പിൾ. ഓക്കെ, എന്നിട്ട് പകുതി കൂടുതൽ നീളം കോമ്പസിൽ എടുത്തിട്ട് ഒരാർക്ക് മുകളിലേക്കും വരയ്ക്കുക, ഒരാർക്ക് താഴേക്കും വരയ്ക്കുക. ഓക്കെ, ഇതുപോലെ ബിയിൽ കോമ്പസ് വെക്കുക, ഒരാർക്ക് മുകളിലേക്കും വരയ്ക്കുക, ഒരാൾക്ക് താഴേക്കും വരയ്ക്കുക. കഴിഞ്ഞു പരിപാടി. ഇനി ഈ രണ്ടാർക്കും കൂട്ടിമുട്ടിയ പോയിന്റ് ഉണ്ടല്ലോ, അതൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പെർപെൻഡിക്കുലാർ ബൈസെക്ടർ റെഡി ആയി കഴിഞ്ഞു. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വരച്ചെടുക്കാം. ഈ പോയിന്റിന് സി എന്ന് നമുക്ക് പേര് കൊടുക്കാം. പോയിന്റിന് സി. ഇനി AC-ന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ 6.5ന്റെ പകുതി അല്ലേ? അത് നിങ്ങൾക്ക് കാണാൻ അറിയോ? സിമ്പിളായിട്ട് കാണാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. 6.5ന്റെ പകുതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? 650ന്റെ പകുതിയാണ്. 6.5ന്റെ പകുതി ചോദിച്ചാൽ 650ന്റെ പകുതി അത്രയാ? 325. ശരിയല്ലേ? ഇവിടെ 6 കഴിഞ്ഞ് പോയിന്റ് അല്ലേ? സോ 3 കഴിഞ്ഞ് പോയിന്റ് ഇടാം. 3.25 സെന്റിമീറ്റർ. എത്രയാണ്? 3.25 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ സ്ക്വയർ ഹാവിംഗ് ഈച്ച് സൈഡ് 3.75 സെന്റിമീറ്റർ. 3.75 സെന്റിമീറ്റർ. ഈ 3.75 എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ ഇരട്ടി എത്രയാ? 3.75ന്റെ ഇരട്ടി കാണാൻ എന്ത് ചെയ്താൽ മതി? 375ന്റെ ഇരട്ടി എത്രയാ? അത് നമുക്കറിയാം, 750. സോ 7.5 നമ്മൾ നോക്കണ്ട. 7.5 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ അങ്ങ് വരയ്ക്കാം. സിമ്പിൾ പരിപാടിയാണ്. 7.5 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈന് വരയ്ക്കുക. 7.5 സെന്റിമീറ്റർ ഉള്ള ലൈന് വരയ്ക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. നോക്കുക, 7.5 സെന്റിമീറ്റർ ലൈൻ വരച്ചിട്ട് അതിൻ്റെ ലംബ സമഭാജി വരയ്ക്കാം. പകുതി കൂടുതൽ നീളം കോമ്പസിൽ എടുക്കുന്നു, മുകളിൽ ആർക്ക്, താഴെ ആർക്ക്. മറ്റേ അറ്റത്ത് കോമ്പസ് കൊണ്ടൊക്കെയാ, മുകളിൽ ആർക്ക്, താഴെ ആർക്ക്. സെറ്റല്ലേ? ഈ രണ്ടാർക്കും കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? പെർപെൻഡിക്കുലാർ ബൈസെക്ടർ കിട്ടി. യെസ്, കഴിഞ്ഞു. പെർപെൻഡിക്കുലാർ ബൈസെക്ടർ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിന് നമുക്ക് എന്തെടുക്കാം? നമ്മുടെ സെറ്റ് സ്ക്വയർ എടുക്കാം. നമുക്ക് വരയ്ക്കേണ്ട സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയാ? 3.75. ഈ അറ്റുണ്ടല്ലോ, ഈ അറ്റത്തുനിന്ന് 90 ഡിഗ്രി ആണ്. നമ്മൾ നേരെ താഴോട്ട് ഒരു ലൈൻ വരയ്ക്കാം. സിമ്പിൾ. ഈ ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. ഈ ആംഗിൾ എത്രയാ? 90 ഡിഗ്രി. ഇനി നിങ്ങൾ എടുക്കേണ്ടത് ഈ പകുതിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള നീളം, അതാണ് 3.75. 3.75. എന്നിട്ട് താഴോട്ട് ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ ഈ അറ്റത്തും കോമ്പസ് വെച്ചിട്ട് താഴോട്ട് ഒരു ലൈൻ വരയ്ക്കുക. നമ്മുടെ സ്ക്വയറിന്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി ഈ രണ്ടാർക്കും കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ ഉണ്ടല്ലോ, ഈ പോയിന്റുകൾ ഒന്ന് യോജിപ്പിക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. യെസ്, കഴിഞ്ഞു. സ്ക്വയറായി. ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 3.75 സെന്റിമീറ്റർ. അത് വരയ്ക്കാൻ നമ്മൾ എന്താ ചെയ്തത്? AB എന്ന് പറയുന്ന ലൈൻ, ഈ ABന്റെ നീളം 7.5 സെന്റിമീറ്റർ. എന്നിട്ട് അതിന്റെ ലംബ സമഭാജി വരയ്ക്കണം. സെറ്റല്ലേ? നമുക്ക് വരയ്ക്കേണ്ടത് 4.25 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളാണ്. എന്താ വരയ്ക്കേണ്ടത്? 4.25 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ശ്രദ്ധിക്കണേ, റേഡിയസ് R is equal to 4.25 സെന്റിമീറ്റർ. റേഡിയസ് 4.25 ആണെങ്കിൽ ഡയമീറ്റർ 2R എങ്ങനെയാ കാണാ? 425ന്റെ ഡബിള് 850 ആണെന്ന് നമുക്കറിയാം. സോ 8.5 സെന്റിമീറ്റർ ഉള്ള ലൈന് നിങ്ങൾ വരയ്ക്കണം. 8.5 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈന് നിങ്ങളങ്ങ് വരയ്ക്കാം.
സെറ്റാണോ? 8.5 സെന്റിമീറ്റർ ഉള്ള ലൈന് നിങ്ങൾ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ലംബ സമഭാജി വരയ്ക്കുക. സിമ്പിളാണ്. അറ്റത്ത് കോമ്പസ് വെക്കുക, പകുതി കൂടുതൽ നീളം കോമ്പസിൽ എടുക്കുക, മുകളിൽ ആർക്ക് താഴെ ആർക്ക്. വീണ്ടും കോമ്പസ് എടുത്ത് മറ്റേ അറ്റത്ത് കൊണ്ടയ്ക്കുക, മുകളിൽ ആർക്ക് താഴെ ആർക്ക്. സെറ്റാണല്ലോ. ഈ രണ്ടാർക്കും കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമുക്ക് കിട്ടും. പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇനി ഈ പോയിന്റ് ആണ് നമ്മളുടെ സെന്റർ, സർക്കിളിന്റെ സെന്റർ. ഈ അറ്റമാണ് ഈ നീളം, കണ്ടോ? ഈ നീളമാണ് നമ്മളുടെ റേഡിയസ് അഥവാ 4.25 സെന്റിമീറ്റർ. സോ 8.5 വരയ്ക്കുന്നു, അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. പരിപാടി കഴിയാനായി. ഇതാ നോക്കിക്കോ, സിമ്പിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? സോറി, 4.25 സെന്റിമീറ്റർ കോമ്പസിൽ എടുക്കുന്നു. ഓക്കെ, സർക്കിള് കംപ്ലീറ്റ് ചെയ്യും. സെറ്റാണല്ലോ. ഇനിയുള്ള ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആംഗിൾ ബൈസെക്ടർ അഥവാ കോണിന്റെ സമഭാജിയുമായി ബന്ധപ്പെട്ട ചോദ്യം. ഡ്രോ ട്രയാങ്കിൾ ABC with AB is equal to 7 centimeter. AB is equal to 7 centimeter. അപ്പോൾ നമുക്ക് ആദ്യം AB വരയ്ക്കാം. AB എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ആണ്. സോ 7 സെന്റിമീറ്റർ ലൈൻ നമുക്ക് ആദ്യം വരയ്ക്കാം. 7 സെന്റിമീറ്റർ വരച്ചു. ആംഗിൾ ബി എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ്. എ ബിയിൽ തന്നെ ആംഗിൾ ബി 15 ഡിഗ്രിയാണ്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് അടയാളപ്പെടുത്താം. നോക്കൂ, 15 ഡിഗ്രി ഇത്രയുമാണ് 15. ശരിയല്ലേ? 15. സോ 15 ഡിഗ്രി വരുന്ന രീതിയിൽ ഈ ഒരു ആംഗിൾ അങ്ങോട്ട് വരയ്ക്കും. എ ബി എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ്. സോ വരയ്ക്കുക. സെറ്റാണല്ലോ. ഇനി ആംഗിൾ എ എന്ന് പറയുന്നത്, മക്കൾ നോക്ക്, ആംഗിൾ എ എന്ന് പറയുന്നത് 67.5 ഡിഗ്രിയാണ്. അതെങ്ങനെ വരയ്ക്കും? 67.5 നമ്മുടെ പ്രൊട്ടക്ടറിൽ ഉണ്ടോ? 67ന്റെ ഡബിൾ എന്ന് പറയുന്നത് എത്രയാ? 67ന്റെ ഡബിൾ 134. അരേന്റെ ഡബിൾ 1. 144 ഒന്നും കൂടെ കൂട്ടിയാൽ 135 ഡിഗ്രി. എത്രയാ? 135 ഡിഗ്രി. അതാണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. എയിൽ നമ്മൾ എത്ര വരയ്ക്കുക? 67.5 വരയ്ക്കാൻ വേണ്ടിയിട്ട് 135 വരയ്ക്കുക. 135 നമുക്ക് നോക്കാം. എയിൽ ഞാനിതാ പ്രൊട്ടക്ടർ വെക്കുന്നു. മക്കളെ ശ്രദ്ധിച്ചേ, പ്രൊട്ടക്ടർ വെക്കുന്നു. 135 ഡിഗ്രിയാണ് വരയ്ക്കേണ്ടത്. ഇവിടുന്നാണ് നമ്മൾ എടുക്കേണ്ടത്. 0 മുതൽ ഇങ്ങനെ വന്ന് 135 എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതാണ് നമ്മളുടെ പോയിന്റ് 135. ഓക്കെ ആണല്ലോ? 135 ഡിഗ്രി. ഈ 135 ഡിഗ്രി ഉള്ള ആംഗിളിന്റെ ബൈസെക്ടർ വരയ്ക്കാൻ എയിൽ കോമ്പസ് വെക്കുക. ഇഷ്ടമുള്ള റേഡിയസ് എടുത്തിട്ട് ഒരാർക്ക് അങ്ങ് വരയ്ക്കാം. ഓക്കെ, ഈ ആർക്ക് ഈ പോയിന്റുകളെ ടച്ച് ചെയ്യുന്ന പോയിന്റ്സിന് പി എന്നും ക്യൂ എന്നും പേര് കൊടുക്കുക. പി എന്നും ക്യൂ എന്നും. ഇനി പി ക്യൂ ഒന്ന് യോജിപ്പിക്കുക. പി ക്യൂ എന്ന് പറയുന്ന ലൈന് ഒന്ന് യോജിപ്പിക്കുക. പിയും ക്യൂവും ഒന്ന് യോജിപ്പിക്കുക. സെറ്റാണോ? പിയും ക്യൂ എന്താക്കുക? യോജിപ്പിക്കുക. ഇനി പി ക്യൂവിന്റെ പകുതിയിൽ കൂടുതൽ നീളം കോമ്പസിൽ എടുത്തിട്ട് മുകളിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. അതേപോലെ നോക്കണേ, പി ക്യൂവിന്റെ പകുതിയിൽ കൂടുതൽ നീളം എടുത്തിട്ട് മുകളിൽ ഒരു ആർക്ക്, ക്യൂവിൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു. അതുപോലെ പിയിൽ വെച്ചിട്ടും ഒരാർക്ക് വരയ്ക്കുക. പിയിൽ വെച്ചിട്ടും ക്യൂവിൽ വെച്ചിട്ടും ആർക്ക് വരയ്ക്കുക. ഈ രണ്ടാർക്കും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, അതിനെ എയുമായിട്ട് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക. ഇതാണ് നമ്മളുടെ ട്രയാങ്കിൾ എ ബി സിന്റെ സി എന്ന് പറയുന്നത്. ഈ ആംഗിൾ ബൈസെക്ടർ ആംഗിൾ ബി നമുക്കറിയാം 15 ഡിഗ്രിയാണ്. സോ ഇത് രണ്ടും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് നമ്മുടെ സി. സോ ഇതാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള ട്രയാങ്കിൾ എ ബി സി. ആംഗിൾ ബൈസെക്ടർ വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്.
സെറ്റാണല്ലോ. സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ചിലപ്പോൾ നിങ്ങളോട് ഒരു ആംഗിൾ തന്നിട്ട് അതിൻ്റെ ബൈസെക്ടർ വരയ്ക്കാൻ ചോദിക്കും. ഫോർ എക്സാമ്പിൾ 22.5 ഡിഗ്രി വരയ്ക്കാൻ ചോദിക്കും. എന്താ ചെയ്യേണ്ടത്? 22.5 ഡിഗ്രി ചോദിച്ചാൽ മക്കളെ സിമ്പിളാണ്. 22.5ൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 22ൻ്റെ ഡബിൾ 44, അരേൻ്റെ ഡബിൾ 1, 44 ഒന്നും 45 ഡിഗ്രി. ശരിയല്ലേ? 45 ഡിഗ്രി വരയ്ക്കാം. 45 ഡിഗ്രി വരച്ചിട്ട് അതിൻ്റെ ബൈസെക്ടർ നമുക്ക് വരയ്ക്കാം. സിമ്പിളായിട്ട് വരയ്ക്കാം. അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. കാരണം അത് മാത്രമായിട്ടൊന്ന് കാണണം എന്ന് ചിലർക്കെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. സോ ജസ്റ്റ് ഒരു ആംഗിൾ വരയ്ക്കും, ചുമ്മാ ഒരു ലൈൻ. ഓക്കെ, എന്നിട്ട് ആ ലൈനിൽ ഞാനിതാ 45 ഡിഗ്രി വരയ്ക്കുന്നു. 45. ഓക്കെ, 45 ഡിഗ്രി. എന്നിട്ട് നമുക്കിതിൻ്റെ ബൈസെക്ടർ വരയ്ക്കാമെന്ന് വിചാരിക്കാം. ചുമ്മാ ഒരു ആർക്ക് വരയ്ക്കുക. ഈ ആംഗിളിൻ്റെ അറ്റത്ത് കോമ്പസ് വെച്ചിട്ട് ഒരാർക്ക്. അതിന് നമ്മൾ പി എന്നും ക്യൂ എന്നും പേര് കൊടുക്കുക. സെറ്റാണോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പി മുതൽ ക്യൂ വരെയുള്ള നീളം ഉണ്ടല്ലോ, ഈ നീളം അതിൻ്റെ പകുതി കൂടുതൽ നിങ്ങൾ കോമ്പസിൽ എടുക്കുക. പകുതി കൂടുതൽ കോമ്പസിൽ എടുത്തിട്ട് കോമ്പസ് വെച്ച് മുകളിലേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. ഇപ്പുറത്തെ സൈഡിലേക്ക് പിയിൽ വെച്ചിട്ടും ഒരാർക്ക്. ഓക്കെ, ക്യൂവിൽ വെച്ചിട്ട് ആർക്ക് വരയ്ക്കുന്നു, പിയിൽ വെച്ചിട്ട് ആർക്ക് വരയ്ക്കുന്നു. ഈ രണ്ടാർക്കും കൂട്ടിമുട്ടിയ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റും നമ്മളുടെ ആംഗിളിൻ്റെ വേർട്ടെക്സും ഒന്ന് ജോയിൻ ചെയ്യേണ്ട പണി മാത്രമേ നമുക്കുള്ളൂ. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ആംഗിളിൻ്റെ ബൈസെക്ടറായി. ഈ ആംഗിൾ എത്രയാ? 22.5 ഡിഗ്രി. അതായത് 45 ഡിഗ്രീനെ പകുതിയാക്കി. സെറ്റാണല്ലോ. ഇത്രയേ നമുക്ക് 8ാം ക്ലാസ്സിൽ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ചോദ്യം വരാനുള്ളൂ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ഇന്ന് 7 മണിക്കാണ് നമ്മുടെ ലൈവ്. നമുക്ക് എല്ലാവർക്കും ലൈവിൽ കാണാം. ബൈ.